ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ആരും ആഗ്രഹിക്കാത്തത് ഒരു ഹെൽത്തി ബോഡിക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽത്തി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ. നമ്മുടെ ഹെൽത്തിന് പറ്റിയിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫുഡ് അല്ലെങ്കിൽ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിതാ കുറച്ച് തോരപ്പരിപ്പ്, അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പ്, ചെറുപയർ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ അതിലേക്ക് ഒരിത്തിരി നമ്മുടെ സാധാ പരിപ്പ് ഉണ്ടാവില്ലേ, കറികളിലൊക്കെ യൂസ് ചെയ്യുന്ന പരിപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി ചേർത്തിട്ട് ഒന്നവിടെ വെക്കുക. അതിനുശേഷം ഒരിത്തിരി അരി, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് അരി ആവട്ടെ, പുഴുക്കലരി ആയാലും പച്ചരി ആയാലും ഏതരി ആവട്ടെ, അതേതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു നുള്ളു മതി കേട്ടോ, കുറച്ച് അരിയും കൂടി യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഉലുവ ഉണ്ടാവില്ലേ, ആ ഉലുവ ഒരു ഒരിത്തിരി ഉലുവയും കൂടി നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുക്കുക. അപ്പോൾ ഇതെല്ലാം തന്നെ പ്രോട്ടീനും അയണും ഒക്കെ റിച്ച് ആയിട്ടുള്ളതാണ്. ഞാൻ ഒരു നുള്ളു ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഞാൻ 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടില്ല, നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് 2 ഏലക്ക നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാബൂനരി ഉണ്ടാവില്ല, സാബൂനരി ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഒരിത്തിരി സാബൂനരിയും കൂടി ഞാൻ അതിലേക്ക് യൂസ് ചെയ്തിട്ട് കഴുകിയിട്ട് നല്ലപോലെ കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനല്ലേ, നമ്മുടെ ഹെൽത്തി ഫുഡാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. എത്ര ഉലുവ എടുക്കണം, എത്ര പരിപ്പ് എടുക്കണം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഓരോരോ ഇത്തിരി എടുത്താൽ മതി. കുറച്ച് നമുക്ക് ഒരു നേരത്തെ ഹെൽത്തി ഫുഡാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു നുള്ള ഉപ്പ്, നമ്മുടെ ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. ഉപ്പൊന്നും അധികം ആഡ് ചെയ്യേ വേണ്ട. ഒരു പേരിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് നല്ലപോലെ വേവാൻ വേണ്ടി വെക്കുക. അപ്പോൾ നല്ലപോലെ ഏകദേശം വെന്തു തോന്നുമ്പോൾ നമ്മുടെ ശർക്കര ഉണ്ടാവില്ലേ, ശർക്കര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അഥവാ ശർക്കര അല്ലെങ്കിൽ മധുരം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളിതൊന്നും വേണ്ട, നമ്മൾക്ക് ഉപ്പിട്ട് കഞ്ഞി പോലെ ആക്കിയിട്ട് കുടിക്കാം. പക്ഷേ ഞാൻ ഒരു പായസം പോലെയുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. അത് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി മധുരമൊക്കെ ആകുമ്പോൾ കഴിക്കാൻ വലിയ ഇഷ്ടം ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ശർക്കര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയിൽ അയൺ കണ്ടൻറ്റ് ഉണ്ട്, നമ്മുടെ ധാന്യങ്ങളിലൊക്കെ പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരിത്തിരി തേങ്ങ കൂടി ഞാൻ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയുടെ കൂടെ ആ ഒരു കൊഴുപ്പും ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ തേങ്ങ കൂടി ഒരിത്തിരി മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ വേവട്ടെ കേട്ടോ. അപ്പോൾ വേവുന്നതിന് മുന്നേ 1 ഗ്ലാസ് പാല് ആഡ് ചെയ്യുക. അപ്പോൾ പാലിൻ്റെ ഗുണം ഞാൻ പറയണ്ടല്ലോ, പാലിലും ധാരാളം പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് നല്ല പശുവും പാല് ഉണ്ടെങ്കിലും പശുവും പാല് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നല്ലോണം വേവട്ടെ. തിളച്ച് വരുന്നത് ഉണ്ടല്ലേ, അപ്പോൾ നല്ല പോലെ വേവാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുക. അപ്പോൾ എത്രത്തോളം വേവുന്നത് അതുപോലെ നമുക്ക് പായസം കുടിക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ഇതാ നമ്മുടെ റെസിപ്പി റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിലെല്ലാ ധാന്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. പാലടങ്ങി, നമ്മുടെ തേങ്ങ ഇട്ടു. അവസാനം വേണമെങ്കിൽ 1 സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഹെൽത്തി ഫുഡാണ്. നമുക്ക് പ്രായഭേദമന്യേ കുഞ്ഞു കുട്ടികളടക്കം നമ്മുടെ വയസ്സായവർക്ക് വരെ ഇത് ട്രൈ ചെയ്യാം. നല്ലൊരു ഹെൽത്തി ഫുഡാണ്. ഒരു നേരം നമുക്കിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ല ഹെൽത്തി ഫുഡ് എന്ന് പറയാൻ വേണ്ടി കഴിയും. കാരണം നമ്മുടെ ധാന്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്, പശുവിൻ പാൽ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ എല്ലാ ഐറ്റം ഉലുവ, അതുപോലെ തന്നെ നമ്മുടെ ജീരകം, എല്ലാ പ്രോട്ടീനും ഗുണങ്ങളും വൈറ്റമിനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യട്ടോ. എല്ലാവർക്കും ഇത് ഒരു നേരം ഫുഡായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കും ഒരു നേരം ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെ ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാവരും ട്രൈ ചെയ്യുക. ഒരു ഹെൽത്തി ഫുഡാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ.